നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഒരു തണുപ്പുള്ള ഒരു ഫെബ്രുവരി മാസത്തെ 6-ാം തീയതി ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ഒരു എക്സ്പയറിയാണ്. തണുപ്പുള്ള ഫെബ്രുവരി മാസം എന്ന് പറയാൻ കാരണം ജാനുവരിയിലെ തണുപ്പല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തണുപ്പ് കുറച്ചും കൂടി കൂടുതലാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിലൊക്കെ ഈ ഒരു സമയത്ത് ഫെബ്രുവരി മാസം തണുപ്പ് കുറച്ച് കൂടുതൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ മൂന്നാർ ഭാഗത്തൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങൾ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നാറൊക്കെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. മൂന്നാർ ദിണ്ടിഗൽ ഒരു പുതിയ ഹൈവേ ഒക്കെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വഴിയൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വിഷയം മാറിപ്പോയി, മാർക്കറ്റ് ന്യൂസിലേക്ക് വരാം. മാർക്കറ്റ് ന്യൂസിലേക്ക് ഇന്നലെ നമ്മൾ കണ്ടു SBIയുടെ മോശം റിസൾട്ട്, വിൻഫോൾ ടാക്സ് ഉയർത്തിയത് കൊണ്ട് റിലയൻസ് 1% ഫോള്, HDFC മുന്നേറ്റത്തിന് മുൻകൈ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നിഫ്റ്റി ഏകദേശം ഒരു 1.5 കൂടിയിട്ട് ഒരു 200 പോയിൻറ്റിൻ്റെ അടുത്തൊരു ഫോൾ കണ്ടു. ശേഷം യൂറോപ്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്തു, സ്ലൈറ്റ്ലി നെഗറ്റീവായിരുന്നു. പിന്നീട് പുതിയതായിട്ട് നമുക്ക് കാണുന്നത് US മാർക്കറ്റ് ഇന്നലെ റെഡിൽ അടച്ചു എന്നുള്ളതാണ്. US മാർക്കറ്റ് ഇന്നലെ റെഡിലാണ് അടച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും അവിടെ ഫെഡറൽ ചെയർമാൻ ജെറോം പൗൽ പറഞ്ഞിരിക്കുന്നത് അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല, നോട്ട് റെഡി ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ഓസ്ട്രേലിയയുടെ റീറ്റെയിൽ സെയിൽസ് വന്നു, ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ കൂടിയും സ്റ്റിൽ വീക്കാണ്. US നിന്ന് ഇനി മാക്ഡൊണാൾഡ്, കാറ്റർപില്ലർ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് വരാനുണ്ട്. കൂടാതെ ടൊയോട്ട, ഫോർഡിൻ്റെ റിസൾട്ട് വരാനുണ്ട്. ആലിബാബ, ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയ കമ്പനിയായിട്ടുള്ള വാൾട്ട് ഡിസ്നി, ഊബർ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് വരാനുണ്ട്. നമ്മളെ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഇന്നലെ എയർടെലിൻ്റെ റിസൾട്ടും SBIയുടെ റിസൾട്ടൊക്കെ അവസാന സെഗ്മെൻറ്റിലുള്ള കമ്പനികളിലെല്ലാം തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ റിസൾട്ടായിരിക്കും ഇനി വരാനായിട്ട് ഉണ്ടാകുക. LICയുടെ റിസൾട്ട് വന്നിട്ടില്ല, LICയുടെ റിസൾട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ള ഫർദറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. FISന് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ആക്ടിവിറ്റീസ് നോക്കാം. 64% അവർ ലോങ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. 36% 64% അവർ ഷോർട്ട് പൊസിഷനാണുള്ളത്. 36% അവർ ലോങ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് FISൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ടിവിറ്റി. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം, ഏറ്റവും താഴെ US ഫിക്സ് ഫർദറായിട്ട് സ്പൈക്ക് ചെയ്തിട്ടില്ല. നാസ്ഡാക്ക് റെഡിലടച്ചു. ചെറിയ പോയിൻ്റാണ് ഫോൾ ആയിട്ടുള്ളൂ. ഡോ ചെറിയ 274 പോയിൻറ്റ്, 3% ഫോൾ ആയിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ ഒരു സിംഗിൾ ഡേ കൊണ്ട് 6% സ്പൈക്ക് ഉണ്ടായി, 15.61. ബിറ്റ്കോയിൻ 195 പോയിൻറ്റിൻ്റെ ഉയർച്ച രേഖപ്പെടുത്തി, 45,570. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. അതിന് മുകളിലുള്ളത് ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റാണ്. എല്ലാം റെഡിലടച്ചു, ഭീകരമായ ഫോളൊന്നും കണ്ടില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതാണ് നിക്കി മുതൽ മുകളിലേക്ക്. നിക്കി ജപ്പാൻ, കോസ്പി കൊറിയ, ഷാങ്ഹായ് ചൈന, AS200 ഓസ്ട്രേലിയ, ഇതെല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട് ട്രേഡിങ്, അതല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. $2028 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഗോൾഡും ട്രേഡിങ് തുടരുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഉള്ളത്. ഇനി നമുക്ക് മറ്റുള്ള US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ്, വിപ്രോ, ICICI ബാങ്ക് റെഡിലടച്ചെങ്കിൽ കൂടിയും വലിയ ഫോളൊന്നും ആയിട്ടില്ല. റിലയൻസ് GDRൽ 1.5% ഫോള്. HDFC ബാങ്ക് ADRൽ ഏകദേശം 1.5% റാലി ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് US മാർക്കറ്റിലെ മേജർ ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം എടുക്കാം. ഫേസ്ബുക്ക് 3% ഇടിഞ്ഞു, ടെസ്ല 3.5% ഇടിഞ്ഞു. മറ്റുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ മിക്സഡായി. ഇനി നമുക്ക് ഒരു കൂട്ടം ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം കാണുന്നത് ഫിൻനിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇന്നാണ് എക്സ്പയറി. സ്പോട്ട് 20,300. ആദ്യ റെസിസ്റ്റൻസ് സോണുകൾ നോക്കാം. 20,400, 20,600, 20,500, 600, 20,700, 20,800 മേജർ റെസിസ്റ്റൻസ് സോണുള്ളത്. സപ്പോർട്ട് ആദ്യം സപ്പോർട്ടുള്ളത് 20,000 അതിനുശേഷം 19,800 റേഞ്ചുകൾ കാണാൻ സാധിക്കും. PCR 0.8 ആണുള്ളത്. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്പോട്ട് 20,750, ആദ്യ റെസിസ്റ്റൻസ് 20,900, 22,000 മേജർ റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 20,500 PCR 0.9. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ഉള്ളത് 45,800, മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 47,000, 46,500 റേഞ്ചുകളും. സപ്പോർട്ട് സോൺ ഉള്ളത് 45,000 മേജർ സപ്പോർട്ട് സോൺ ഉള്ളത്. റെസിസ്റ്റൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 46,000, 46,500, 47,000.
ACR 0.9 ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സെൻസിബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെൻസിബിൾ ഫ്രീ ആണ്. അതല്ലെങ്കിൽ ഓപ്സ്ട്രാഡ്ജ് പോലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമേ അല്ല. മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയാനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഓപ്ഷൻ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സ് ഇത് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമാണുള്ളൂ. അതിനർത്ഥം ഇൻവെസ്റ്റേഴ്സ് ഇത് നോക്കേണ്ട കാര്യം ഇല്ല എന്നല്ല. ഇൻവെസ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും നോക്കേണ്ടതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ എന്നുള്ള തീരുമാനം ട്രേഡേഴ്സിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനാണ് ആവശ്യകത ഉള്ളത്. ഇനി നമുക്ക് മറ്റുള്ള ഡീറ്റെയിലേക്ക് പോകാം. നമ്മൾ ഏറെക്കുറെ കാര്യങ്ങൾ ഗ്ലോബൽ മാർക്കറ്റെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിരുന്നു. FISൻ്റെ ക്യാഷ് മാർക്കറ്റിൽ 518 കോടി രൂപ ഇന്നലെ അവർ FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. DIS ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏറെക്കുറെ നാളായിട്ട് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് വരികയാണ്. ഇന്നലെ അവർ 1188 കോടി രൂപക്ക് സെല്ല് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ടപ്പ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി നമ്മളെ മാർക്കറ്റ് നമ്മളെ മാർക്കറ്റ് 15:35 ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾ 15:35 എന്ന് ആ ഒരു ടൈം നോക്കുക. അതായത് 3:35 ഗിഫ്റ്റ് നിഫ്റ്റി അവിടെ തന്നെയാണുള്ളത്. പോയിന്റുകളൊന്നും തന്നെ ചോർന്നു പോയിട്ടില്ല. ഗ്യാപ്പ് അപ്പ് ഒന്നുമില്ല, ഗ്യാപ്പ് ഡൗൺ ഒന്നുമില്ല. കൺസോളിഡേറ്റ് ആയ രീതിയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിൽപ്പ്. അപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നില്ല, ഫ്ലാറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. റിസൾട്ട് കലണ്ടറും ഈ IPO ഡീറ്റെയിൽസും ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ട്രേഡ് ബോഡി ടാബ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. മാസം ഏകദേശം ഒരു $200 കിട്ടേണ്ട ഒരു റവന്യൂ, അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ നമ്മളിപ്പോൾ അതിൽ പരസ്യങ്ങളൊന്നും തന്നെ ഗൂഗിളായിട്ട് നമ്മളെ പരസ്യങ്ങളൊക്കെ വേണ്ട എന്ന് ഉള്ള രീതിയിൽ ടിക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ട്രേഡേഴ്സിന് പെട്ടെന്ന് ഡേറ്റ കിട്ടാനായിട്ടാണ് നമ്മൾ ആ ഒരു പരസ്യ വരുമാനം വെബ്സൈറ്റിൽ നിന്ന് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡ് ബൈ ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകാം. അശോക് ലെയ്ലാൻഡ് നെറ്റ് പ്രോഫിറ്റ് 61% വർദ്ധിച്ച് 580 കോടി രൂപ. BSE കമ്പനി, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. റവന്യൂവും ഏകദേശം 76% വർധനവ്. NSEയും BSEയും NSDയിലും CDSലും എല്ലാം തന്നെ ഒരു കമ്പനികളാണെന്ന് മനസ്സിൽ വെക്കുക. ടാറ്റ കെമിക്കൽസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 60% ഇടിഞ്ഞ് 158 കോടി രൂപ. സുവൻ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 56% ഇടിഞ്ഞ് 46 കോടി രൂപ. കഴിഞ്ഞ വർഷം 107 കോടി രൂപ ഉണ്ടായിരുന്ന കമ്പനിയായിരുന്നു. സ്പാർക്ക്, സൺഫാർമയുടെ റിസർച്ച് വിങ് ആണ് സ്പാർക്ക്. നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസാണ് കമ്പനിയുള്ളത്. ഏകദേശം 99 കോടി രൂപ ലോസ് ഉണ്ടാക്കി. കമ്പനി കഴിഞ്ഞ തവണ 10 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. IEX ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് കമ്പനി, അവർ ക്രയവിക്രയം ചെയ്യുന്ന വോളിയം ഏകദേശം 26% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. LIC ഡിവിഡൻറ്റും റിസൾട്ടും February 8 അവർ പ്രഖ്യാപിക്കും. TVS സപ്ലൈ ചെയിൻ കമ്പനി 250 കോടി രൂപ അവരുടെ EV എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുന്നു. അവാന്തി ഫീഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്ന് 72 കോടി രൂപ. അദാനി ടോട്ടൽ ഗ്യാസ് അവർ ഇനോക്സ് ഇന്ത്യയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് LNG ബിസിനസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഐഡിയ ഫോർജ് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 15 കോടി രൂപ ഉയർന്നിട്ടുണ്ട്. എയർക്രാഫ്റ്റ് സിസ്റ്റം കമ്പനിയാണ് ഐഡിയ ഫോർജ്. 15 കോടി രൂപ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. കഴിഞ്ഞ വർഷം 8 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. BLS ഇ സർവീസ് BLS ഇൻ്റർനാഷണൽ വിസ സർവീസ് പ്രൊവൈഡേഴ്സ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയായിട്ട് IPOയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കമ്പനി. ഇന്നാണ് അവരുടെ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് 135 രൂപയാണ്. അപ്പോൾ കിട്ടിയ ആളുകൾ കമൻറ്റ് ചെയ്യുക, പ്രോഫിറ്റ് കിട്ടിയ ആളുകൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമാകും. റെസ്പോൺസീവ് ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16 കോടി രൂപയിൽ നിന്ന് 44 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി അവർ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുകയാണ്. February 9 കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഈ മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് നമ്മുടെ ടെലഗ്രാമിലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിലെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ശുഭദിനം നേരുന്നു. വൈകിട്ട് 7 മണിക്ക് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.